നമുക്കറിയാം, യേശുവിനെ ജെറുസലേം ദേവാലയത്തിൽ മേരിയും ജോസഫും പ്രതിഷ്ഠിക്കുവാൻ കൊണ്ടുചെന്ന സമയത്ത് അവിടെ ശിമയോൻ എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ കർത്താവിനെ കരങ്ങളിൽ എടുത്തുകൊണ്ട് യേശുവിനെ നോക്കി പറഞ്ഞ വാക്കുകളൊക്കെ നമുക്ക് താഴോട്ടുള്ള വാക്യങ്ങളിൽ ലൂക്കോസ് സുവിശേഷം 2:25, 26, 27 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശിമയോൻ യേശുവിനെ തിരിച്ചറിയുന്നു, യേശു ആര് എന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ പിന്നെ നമ്മൾ കർത്താവിനെ കാണുന്നത് അവന്റെ 30ാമത്തെ തിരുവയസ്സിലാണ്. 30ാമത്തെ തിരുവയസ്സിൽ യോർദാന്റെ നദിയിൽ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുവാൻ കടന്നു വരുന്ന ദൈവപുത്രനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, ആ സമയം വരെ, ആ നിമിഷം വരെ ജനങ്ങളുടെ ഇടയിൽ, മനുഷ്യരുടെ ഇടയിൽ, നാട്ടുകാരുടെ ഇടയിലൊക്കെ ചില അപവാദ പ്രചരണങ്ങളും ആക്ഷേപങ്ങളുമൊക്കെ യേശുവിനെ കുറിച്ച് ഉന്നയിച്ചിരുന്നു. ഇവൻ തച്ചന്റെ മകൻ തന്നെയോ? ഇവൻ ജോസഫിന്റെ മകനാണോ? അവരൊന്നിച്ച് കൂടി വരും മുൻപേ അല്ലേ അവൻ ജനിക്കുവാനിടയായത്? അവൾ അവിവാഹിതയായിരിക്കുമ്പോഴല്ലേ ഗർഭവതിയായത്? ഇങ്ങനെ ഒത്തിരി തെറ്റിദ്ധാരണകളും ആശങ്കകളും അവൻ ആരുടെ മകനാണെന്നുള്ള ചിന്തകളുമൊക്കെ ജനങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പോൾ 30ാമത്തെ തിരുവയസ്സിൽ യോർദാന്റെ നദിയിൽ യേശു കർത്താവ് സ്നാനമേൽക്കുവാൻ കടന്നു വരുമ്പോൾ അവിടെ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞ ശക്തനായ ഒരു പ്രവാചകനുണ്ട്. പഴയ നിയമത്തിന്റെ ഒടുവിലത്തെ അധ്യായമായ സക്കറിയാവിന്റെ ഏകപുത്രനായ അബിയാക്കൂറിന്റെ നിയമപ്രകാരം ആലയത്തിൽ ശുശ്രൂഷ ചെയ്യേണ്ട സ്നാപക യോഹന്നാൻ ഒട്ടകത്തിന്റെ തോൽ കൊണ്ടുള്ള വസ്ത്രവും ധരിച്ച് വെട്ടുക്കിളിയെയും കാട്ടുതേനും ഭക്ഷിച്ച് ജോർദാന്റെ നദിയിൽ നിന്നുകൊണ്ട് യേശു കർത്താവ് കടന്നു വരുമ്പോൾ ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, ഇതാ വരുന്നു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അവന്റെ ചെരുപ്പിന്റെ വാറിൽ തൊടുവാൻ, അതഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഈ യോർദാന്റെ വെള്ളത്തിൽ ഞാൻ നിങ്ങളെ സ്നാനം കഴിപ്പിക്കുമ്പോൾ അവൻ എന്നിലും ബലവാനായവനാണ്. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. വീശുമുറം അവന്റെ പക്കലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർകെടാതെ തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. ഇത് പറഞ്ഞതിന് ശേഷം യേശു കർത്താവിനെ യോഹന്നാൻ സ്നാപകൻ സ്നാനമേൽപ്പിക്കുകയാണ്. സ്നാനപ്പെട്ട യേശു വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവന്ന രൂപേണ യേശു കർത്താവിന്റെ മേൽ ഇറങ്ങി വന്നു. ആ നിമിഷം മുഴുവൻ ജനവും കേൾക്കിയ ഒരു ശബ്ദമുണ്ടായി, നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. ഈ സന്ദേശം ഞാൻ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ജനിക്കുവാൻ ഇടം കൊടുക്കാതെ ഒരു സമൂഹം തള്ളിയപ്പോൾ, വളരുവാൻ അനുവദിക്കാതെ ജന്മദേശം തള്ളിയപ്പോൾ നമുക്കറിയാൻ കഴിയുന്നു, ആ സാഹചര്യത്തിൽ യേശു കേട്ട സകല അപവാദത്തിന്റെ ചോദ്യങ്ങൾക്കും സ്വർഗം തുറന്ന് സ്വർഗം മറുപടി പറയുകയാണ്. ഞാൻ ഇന്ന് നിങ്ങളെ നോക്കി പറയട്ടെ പ്രിയപ്പെട്ടവരെ, സ്വർഗം നിങ്ങൾക്കായി തുറക്കപ്പെട്ടിരിക്കുന്നു. സ്വർഗം നിങ്ങൾക്ക് വേണ്ടി എപ്പോൾ തുറക്കപ്പെടുന്നുവോ, സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്കുള്ള മറുപടിയുമായിട്ടാണ്. ഈ ഞായറാഴ്ച ഈ സന്ദേശം നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ഒരടയപ്പെട്ട സ്വർഗത്തിന്റെ മേലിലല്ല, ഒരു തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിലാണ്. ഒരു തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ ഇരുന്നു കൊണ്ടാണ് നിങ്ങൾ എന്നെ കേട്ടോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിശ്ചയമായിട്ടും ഈ 2022 മാർച്ച് മാസത്തിൽ ചില മറുപടികൾ നിങ്ങൾക്കുണ്ട്. അത് മനുഷ്യൻ തരുന്ന മറുപടിയല്ല, മനുഷ്യൻ നിങ്ങളോട് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള സ്വർഗീയമായ മറുപടിയാണ്. ആ മറുപടികൾ നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ, ആ മറുപടികൾ നിങ്ങളുടെ ശുശ്രൂഷയിൽ, ആ മറുപടികൾ നിങ്ങളുടെ തലമുറയിൽ, ആ മറുപടികൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്താൻ പോകുന്നു. ഒരു ശബ്ദം സ്വർഗത്തിൽ നിന്നുണ്ടായി. വാസ്തവമായും ആ വോയിസ്, ആ ശബ്ദം പലരോടുമുള്ള ഉത്തരമായിരുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, is my beloved son. ഇവൻ എൻ്റെ പ്രിയ മകൻ. എല്ലാ തെറ്റിദ്ധാരണകളെയും തകർക്കുന്ന, മനുഷ്യന്റെ സകല ആവശ്യമില്ലാത്ത ചിന്താഗതികളെ ഉടച്ചു കളയുന്ന ഒരു മറുപടി
അത് കേട്ട ഒരുത്തനും ഇനി ഒന്നും മിണ്ടാൻ കഴിയാത്ത മറുപടി, ശത്രുവിന്റെ വായെ അടച്ചു കളയുന്ന മറുപടി, ജീവിതത്തിൽ ഒരു പുറപ്പാടിന് തുടക്കം കുറിക്കുന്ന മറുപടി. പക്ഷെ എന്റെ സന്ദേശം തള്ളിക്കളഞ്ഞ കല്ലാണല്ലോ. നിങ്ങൾക്കറിയുമോ, യേശുവിനെ കുറിച്ച് ഒന്നാമത് സാക്ഷ്യം പറഞ്ഞ മനുഷ്യനാണ് സ്നാപക യോഹന്നാൻ. യേശു കർത്താവിനെ സ്നാനപ്പെടുത്തിയ മനുഷ്യനാണ് യോഹന്നാൻ. പക്ഷേ ആ യേശു കർത്താവിനെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളുടെ നടുവിൽ സംശയിച്ച് തള്ളിപ്പറഞ്ഞ മനുഷ്യനാണ് സ്നാപക യോഹന്നാൻ. അത് ഞാൻ കാണുന്നത് ലൂക്കോസ് 7-ലാണ്. 7:19 മുതലുള്ള വാക്യം ജിജി പാസ്റ്റർ ഒന്ന് വായിക്കാവോ? ലൂക്കോസ്. യോഹന്നാൻ തന്റെ ശിഷ്യന്മാർ 2 പേരെ വിളിച്ച് കർത്താവിന്റെ അടുക്കൽ അയച്ചു. വരുവാനുള്ളവൻ നീയോ, അല്ല ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്ന് പറയിച്ചു. ആ പുരുഷന്മാർ അവന്റെ അടുക്കൽ വന്ന്, വരുവാനുള്ളവൻ നീയോ, അല്ല ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്ന് ചോദിച്ചു. ലൂക്കോസ് 7:19 വാക്യത്തിൽ യോഹന്നാൻ ആളെ അയച്ച് ചോദിക്കുകയാണ്, വരാനുള്ള ആള് നീ തന്നെയാണോ, അതോ വേറൊരുത്തനു വേണ്ടി ഞങ്ങൾ കാത്തിരിക്കണമോ? ഇതേ മനുഷ്യനല്ലേ ചില മാസങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ചു പറഞ്ഞത്, ഇതാ വരുന്നു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാടെന്ന്. പക്ഷേ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ, വെല്ലുവിളികളുടെ നടുവിൽ, ഹെരോദാക്കന്മാരുടെ നടുവിൽ, ജയിലുകളുടെ നടുവിൽ, ശിരച്ഛേദനം വെളിപ്പെടുമെന്നുള്ള സാഹചര്യങ്ങളുടെ നടുവിൽ യോഹന്നാനും ഇടറുകയാണ്, പതറുകയാണ്, പ്രസ്താവിച്ചതൊക്കെ തിരിച്ചെടുക്കുകയാണ്. എന്നിട്ട് 20-ാമത്തെ വാക്യത്തിനകത്ത് ആ ശിഷ്യന്മാർ വന്ന് കർത്താവിനോട് പറയുന്നു, വരുവാനുള്ളവൻ നീ തന്നെയാണോ, അതോ മറ്റൊരുത്തനെ ഞങ്ങൾ കാത്തിരിക്കണോ എന്ന് ചോദിക്കാൻ യോഹന്നാൻ സ്നാപകൻ ഞങ്ങളെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. 21-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, ആ നാഴികയിൽ അവൻ, ആ മൊമെന്റിൽ വ്യാധികളും ദണ്ഡനങ്ങളും ദുരാത്മാക്കളും പിടിച്ച പലരെയും സൗഖ്യമാക്കി. അവരവിടെ നിൽക്കുമ്പോൾ തന്നെ പല കുരുടന്മാർക്കും കാഴ്ച നൽകി. എന്നിട്ട് പറഞ്ഞു 22-ാം വചനത്തിൽ, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാകുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാനെ അറിയിപ്പീൻ. 23-ാം വചനം, എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ എന്നുത്തരം പറഞ്ഞു. യോഹന്നാനെ, നീയും ഇടറിപ്പോയി. ഒന്നാമത് സാക്ഷ്യം പറഞ്ഞവൻ, ഒന്നാമത് യേശു ആരെ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചവൻ, ജീവിതത്തിന്റെ സാഹചര്യങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ചോദിക്കുന്നു, അത് നീ തന്നെയായിരുന്നു. ശക്തമായി ദൈവത്തിനു വേണ്ടി നിലനിന്നിരുന്നു. പക്ഷെ കർത്താവ് നോക്കുന്നത് നിങ്ങൾ പ്രസന്റ് സിറ്റുവേഷൻ ആണ്. ഇപ്പോൾ ദൈവസന്നിധിയിൽ നിങ്ങൾ എങ്ങനെയിരിക്കുന്നു? സാഹചര്യങ്ങളുടെ നടുവിലോ, വെല്ലുവിളികളുടെ നടുവിലോ, അപവാദങ്ങളുടെ നടുവിലോ, നിങ്ങൾക്കെതിരെ വെളിപ്പെട്ട ചില ചലഞ്ചുകളുടെ നടുവിലോ നിങ്ങൾ ഇന്ന് ദൈവത്തെ സംശയിക്കുന്നുണ്ടോ? ഞാൻ അറിഞ്ഞത് സത്യം തന്നെയാണോ എന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇതൊക്കെ ശരി തന്നെയാണോ? ഇതൊക്കെ യാഥാർത്ഥ്യം തന്നെയാണോ? ഇതൊക്കെ ഉള്ളത് തന്നെയാണോ എന്ന് നിന്റെ മനസ്സിൽ പിശാചി ചിന്തകൾ കൊണ്ടുവരുന്നുണ്ടോ? ഇടറിപ്പോകരുത്. ഇത് പരിശുദ്ധാത്മാവ് ആരോടോ നൽകുന്ന ഒരു സന്ദേശമാണ്. വിശ്വാസ ജീവിതത്തിൽ നിന്ന് ഇടറിപ്പോകരുത്. അങ്ങനെ ചെയ്യുവാൻ പിശാചി ശ്രമിക്കും. അവന്റെ എല്ലാ കാലത്തെയും ശ്രമം അത് തന്നെയാണ്. യോഹന്നാനും യേശുവിനെ തള്ളുന്നു, അല്ലെങ്കിൽ മറക്കുന്നു, ഇടറുന്നു. യേശു പറഞ്ഞ വാക്ക് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്, എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജനിക്കുവാൻ ഇടം കൊടുക്കാതെ ഒരു സമൂഹം അവനെ തള്ളി. ജനിച്ചെടുത്ത് വളരാൻ അനുവദിക്കാതെ ജന്മദേശം ക്രിസ്തുവിനെ തള്ളി. തന്നെ കുറിച്ച് ഒന്നാമത് സാക്ഷ്യം പറഞ്ഞ സ്നാപക യോഹന്നാൻ പോലും യേശുവിൽ ഇടറി, യേശുവിനെ തള്ളി. പക്ഷെ ഈ സമയത്ത് കൂടെ നടക്കാൻ,
കൂടെ ഭക്ഷിക്കാൻ, കൂടെ പ്രവർത്തിക്കാൻ 12 ശിഷ്യന്മാരെ യേശു കർത്താവ് തിരഞ്ഞെടുത്തു. 12 അപ്പോസ്തലന്മാരെ യേശു കർത്താവ് തിരഞ്ഞെടുത്തു. അതിൽ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ യേശു പറഞ്ഞു, ഒന്നാമൻ പത്രോസ്. ഒന്നാമൻ പത്രോസ് എന്ന് വിശേഷിപ്പിച്ച ആ ശിഷ്യൻ തന്നെ ശിഷ്യന്മാരിൽ യേശുവിനെ ഒന്നാമത് തള്ളിപ്പറഞ്ഞു. ലൂക്കോസ് 22:61 മുതലുള്ള വാക്യങ്ങളിൽ പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നത് നമുക്ക് കാണാം. യേശു അവനോട് പറഞ്ഞു, പത്രോസേ, ഇന്ന് കോഴി കൂകും മുമ്പ് നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും. കർത്താവ് പറഞ്ഞതുപോലെ തന്നെ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. ഒന്നോർത്തേ, ഇത് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ശാന്തമായിട്ട് ചിന്തിക്കേണ്ട ഒരു വചനഭാഗമാണ്. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലാകും എന്ന് ഒരു പ്രവചനം യേശുവിനെ കുറിച്ച് പറയുമ്പം അതെവിടൊക്കെ പ്രതിബിംബിച്ചെന്ന് നോക്കി. തൻ്റെ ജനനത്തിൽ, തൻ്റെ സ്നാനത്തിൽ, തൻ്റെ ജീവിതത്തിൽ, തൻ്റെ ശുശ്രൂഷയിൽ, താൻ തിരഞ്ഞെടുത്ത ശിഷ്യഗണങ്ങളിൽ എവിടെയെല്ലാം അത് വെളിപ്പെട്ടിരിക്കുന്നു. ഫൈനലി ഈ ഒരു ഭാഗത്ത് എൻ്റെ ചങ്ക് തകർന്നു പോയ ദൈവസന്നിധിയിൽ ഞാൻ പൊട്ടിക്കരഞ്ഞു പോയൊരു ഭാഗമുണ്ട്. ഇത് ധ്യാനിക്കുമ്പം അത് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 45-46 വചനങ്ങളാണ്. ഏറ്റവും ഒടുവിൽ 6-ാം മണി നേരത്ത് 9-ാം മണി നേരം വരെ, 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായപ്പോൾ 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളിൽ മേൽ ക്രൂശിതനായി ഈ ലോകത്തിന്റെ ഒത്ത നടുക്ക് ക്രിസ്തു മാനവകുലത്തിനു വേണ്ടി പരമയാഗമായി ക്രൂശിതനായി കിടക്കുമ്പോൾ, നിന്ന അനുഭവിച്ച് കിടക്കുമ്പോൾ, തിരസ്കരണങ്ങൾ ഏറ്റുവാങ്ങി കിടക്കുമ്പോൾ 9-ാം മണി നേരത്ത് യേശു വിളിച്ചു, എലീ എലീ ലമാ ശബക്താനി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീയും എന്നെ കൈവിട്ടതെന്ത്? നീയും എന്നെ മറന്നതെന്ത്? നീയും എന്നെ തള്ളിയതെന്ത്?